ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം അമേരിക്കയിൽ മാർക്കറ്റുണ്ടായ ഇടിവും ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റും കാരണം ഇന്ന് മാർക്കറ്റ് പൊതുവെ റെഡിലാണ് ഓപ്പൺ ചെയ്തത്. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. 23,689 ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 49,835 ക്ലോസ് ചെയ്തപ്പോൾ 367% ഇടിവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 56,271 ക്ലോസ് ചെയ്തപ്പോൾ 599 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ് 18,366 ക്ലോസ് ചെയ്തപ്പോൾ 308 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 14.46ലാണ്. സെൻസെക്സ് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് രീതിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 51 പോയിൻ്റ് ഇടിഞ്ഞ് 78,148 എന്ന നിലയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഇന്നലെ അത് 78,199 ആയിരുന്നു. ഇന്ന് DIS പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് മോഡിലായിരുന്നു. 2,716 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ FII വീണ്ടും സെല്ലിലേക്കാണ് നിന്നത്. 3,362 കോടിയുടെ സെല്ല് നടത്തി. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ONGC 3.0% കയറി. ഇന്നലെയും ONGC 3.779% ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. ഇന്നലെ 3.79%, ഇന്ന് 3.04%. ITC 1.94%, ഏഷ്യൻ പെയിൻറ്റ് 1.91%, ഡോക്ടർ റെഡ്ഡി 1.74%, TCS 1.66%, റിലയൻസ് 1.65%, BPCL 1.26%, വിപ്രോ 0.90%, HCL Tech 0.89% ആൻഡ് ബജാജ് ബിൻസർ 0.73%ൻ്റെ ഗെയിനാണെന്നുണ്ടായത്. ഇന്നത്തെ ലോസസിൻ്റെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാൽ വലിയ ഇടിവ് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഷെയറിലാണ് ഉണ്ടായത്. 4.06% ഇടിവുണ്ടായി. അൾട്രാ സിംകോ 2.14% ഇടിവുണ്ടായി. ട്രെൻഡ് ഇന്നും ഇടിവിലേക്കാണ് പോയത്. ട്രെൻഡ് 6 ജാനുവരിക്ക് 4.35% ഇടിഞ്ഞു. ഇന്നലെ 2.20% ഇടിഞ്ഞു. ഇന്ന് 2.75% ഇടിവുണ്ടായി. ബജാജ് ഓട്ടോ 1.89% ഇടിയുണ്ടായി. ശ്രീറാം ഫിനാൻസ് 1.98% ഇടിവുണ്ടായി. L&T 1.28%, ഗ്രാസിം 1.37%, ഹീറോ മോട്ടോകോപ്പ് 0.60%, അദാനി പോർട്സ് 1.87% ആൻഡ് സൺഫാർമ 1.11% ഇടിവുണ്ടായി. നിഫ്റ്റിയുടെ ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 0.23% ഡൗണിലാണ് നിൽക്കുന്നത്. 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 23,688 പോയിന്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നു. ഇന്നത്തെ ലോസസ് ആൻഡ് ഗെയിനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 952 കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1865 കമ്പനി റെഡിലാണെന്ന് ക്ലോസ് ചെയ്തത്. ഇന്നലെ 2076 കമ്പനീസ് ആയിരുന്നു ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഇൻഡസ്ട്രി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെക്ടർ എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,370ലാണ്, 0.48% ഇടിവ്. നിഫ്റ്റി IT ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. മാർക്കറ്റിൻ്റെ തുടക്കം തന്നെ നിഫ്റ്റി IT റെഡിലായിരുന്നു പോയെങ്കിലും ടുവാർഡ്സ് എൻഡ് റിക്കവർ ചെയ്ത് വന്ന് 258 പോയിൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 50 പോയിൻറ്റിൻ്റെ ഇടിവ്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 194 പോയിൻറ്റിൻ്റെ ഇടിവ്. നിഫ്റ്റി ഫാർമ 217 പോയിൻറ്റ്സ്. നിഫ്റ്റി FMCG 248 പോയിൻറ്റിൻ്റെ ഗെയിന് എന്നുണ്ടാക്കി. നിഫ്റ്റി മെറ്റൽ 57 പോയിൻറ്റിൻ്റെ ഇടിവ്. നിഫ്റ്റി റിയാലിറ്റി 1 പോയിൻ്റ് ഇടിവ്. നിഫ്റ്റി മീഡിയ 13 പോയിൻ്റ് ഇടിവ്. നിഫ്റ്റി എനർജി 7 പോയിൻ്റ് ഇടിവ്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 5.30. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 163 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 167 പോയിൻ്റ് ഗെയിൻ എന്ന് വന്നു. പൊതുവെ ഈ ഇൻഡെക്സ് കാണിക്കുന്ന സെക്ടർ ഇൻഡെക്സിൽ 3 സെക്ടർ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇനിഷ്യൽ ജോംലെസ് ക്ലെയിം ഡേറ്റ ഫ്രം USA നാളെ വരുന്നുണ്ട്. CPI ഡേറ്റ ഫ്രം ചൈന നാളെ വരുന്നുണ്ട്.
നമ്മുടെ Q3 റിസൾട്ട്സ് എല്ലാം നാളെയാണ് ബിഗിൻ ചെയ്യുന്നത്. ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ഉള്ളത്. കൂടുതൽ ന്യൂസുകളുമായിട്ട് വീണ്ടും എത്താം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഈവനിങ്.